നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ടോവിനോയുടെ പുതിയ സിനിമയായ നരിവേട്ടയെക്കുറിച്ചാണ്. അപ്പം നരിവേട്ട എന്ന സിനിമ ആക്ച്വലി ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റായ മുത്തങ്ങ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഇൻസിഡൻറ്റിനായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ടോയെന്ന് വെച്ചില്ല. കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അച്ഛൻ ന്യൂസ് കാണുമ്പോൾ അതിൽ കാണുന്നതും പേപ്പർ ഞാൻ സ്ഥിരമായി വായിക്കുന്ന ആളായതുകൊണ്ട് പേപ്പറിലെ ഹെഡിങ്സും ഒക്കെ വായിച്ച് ഒബിയസ്ലി GK നന്നാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് വായിച്ചിരുന്നപ്പോൾ ഉള്ളൊരു ഇൻസിഡൻറ്റിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇതിനോട് പ്രത്യേകിച്ച് അറിവൊന്നും ഇതിനകത്തില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. കാരണം ഞാൻ ന്യൂസ് വായിച്ചാലും അതിൻ്റെ ഒരു ആഴത്തിലേക്കൊന്നും ഞാൻ ചെല്ലാറില്ലായിരുന്നു. ജസ്റ്റ് ബേസിക് ഹെഡ്ലൈൻസ് വായിക്കുക, ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് അറിയുക എന്നതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ബേസിക് GK ബിൽഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് അതുപോലെ ഒരു ഇൻസിഡൻറ്റും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഡീപ്പ് അനാലിസിസ് ഒന്നുമല്ല ഈ സിനിമ. ബേസിക്കലി എനിക്ക് സിനിമ അത്യാവശ്യം ഡീസൻ്റായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കിടിലൻ സിനിമ എന്നുള്ള അഭിപ്രായം തന്നെ. അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയാത്തവർക്കും അല്ലെങ്കിൽ ആ ജനറേഷനിൽ പെടാത്ത ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റി. ദ ബ്രൂട്ടാലിറ്റി, ഹൗ ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനെ അടിച്ചൊതുക്കാൻ നോക്കിയെന്നുള്ള സംഭവങ്ങളൊക്കെ പോലീസ് ബ്രൂട്ടാലിറ്റി എല്ലാം നമുക്ക് മനസ്സിലാവും. ആ ഒരു ഇതിൽ ചിന്തിക്കുമ്പോൾ നല്ലതാണ്. പേഴ്സണലി എനിക്ക് സിനിമ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആക്ച്വലി വർക്കായ സിനിമയാണ്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിൽ പറഞ്ഞാൽ എൻ്റെ സൗണ്ട് മിക്സിംഗ് ആണ്. ഞാൻ PVR ലുലു മാളിൽ OD6 എന്നാണ് ഈ സിനിമ കണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ അറ്റ്മോസ്ഫിയർ മിക്സ് ആയിട്ടുള്ള സിനിമയാണത്. കാരണം ഇനി 2-3-4 സിനിമകളിൽ ആക്ച്വലി നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ അവർ ടോപ്പ് ലെയർ സ്പീക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സറൗണ്ടിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തിയേറ്ററിൽ നിന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അത് അറ്റ്മോസ്ഫിയർ ഉള്ള സിനിമ, നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സിനിമയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളൊരു തിയേറ്ററിൽ പോയി കാണുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞത് ഒബിയസ്ലി ഈ സബ്ജക്റ്റ് പിന്നെയും മുമ്പോട്ട് കൊണ്ടുവന്നു, ഇതിനെക്കുറിച്ച് സംസാരം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെ നല്ല കാര്യമാണ്. ഈ സിനിമയിലെ എല്ലാവരും പെർഫോമൻസുകൾ, പ്രത്യേകിച്ച് ടൊവിനോ ആണ് ഇതിൻ്റെ ഹീറോ. ടൊവിനോ ആക്ച്വലി നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ സുരാജ് ഏട്ടൻ അടിപൊളിയായിരുന്നു സിനിമയ്ക്കകത്ത് ആക്ച്വലി. പിന്നെ ഒബിയസ്ലി ബാക്കി എല്ലാവരുടെയും പേര് എനിക്ക് അറിയില്ല. ഒരുവിധപ്പെട്ട എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു. പേഴ്സണലി എനിക്ക് ചേലഞ്ച് ചെയ്ത പോലീസ് ക്യാരക്ടർ പുള്ളി ആ ക്യാരക്ടറിന് യോജിച്ചതല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഒരു കണ്ണിങ് ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് തോന്നുന്നൊരു പോലീസുകാരനാണ്, പക്ഷേ എനിക്ക് വർക്കായില്ല. പുള്ളി അത് അങ്ങനെ ഒരു ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അത് മാത്രമാണ് എനിക്ക് ഇതിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഇതായിട്ട് തോന്നാത്തുള്ളൂ. പിന്നെ ഈ സിനിമോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. പോലീസ് ബ്രൂട്ടാലിറ്റി ഭയങ്കരമായിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇതിലും ബ്രൂട്ടലായിട്ടുള്ള പോലീസ് സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. മലയാളത്തിലുണ്ടോയെന്ന് വെച്ചാൽ ഇല്ലായിരിക്കും. പക്ഷേ നമ്മൾ ഈ തമിഴിലൊക്കെ വെട്രിമാരനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് ഓൾറെഡി പോലീസ് ബ്രൂട്ടാലിറ്റിയുടെ ഒരു എക്സ്ട്രീം വേർഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ബ്രൂട്ടാലിറ്റി അത്രയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ഇൻസിഡൻറ്റ് നമുക്ക് എത്തിക്കാവുന്നത് മാത്രമാണ്. പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. ആക്ച്വലി പാട്ടുകളും നല്ലതായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഈ സിനിമയുടെ ഒരു നെഗറ്റീവും ഒരേ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ ഈ ടൊവിനോ അടിപൊളിയായിട്ട് ചെയ്തു. ടൊവിനോ എന്ന ആക്ടറിനോട് എനിക്ക് പേഴ്സണലി ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. കാരണം പുള്ളി ഒരു മിന്നാമിനുള്ളിൽ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള സിനിമകൾ മാത്രം എടുത്ത് ചെയ്ത് ആൾക്കാരെ കയ്യിലെടുത്ത് ഒരു സ്റ്റാർ ആവുക എന്നുള്ള ചെയ്യാം. പക്ഷെ പുള്ളി ആക്ച്വലി വളരെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. പുള്ളി ആക്ടിങ്ങിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നല്ല കഥയുള്ള സിനിമകളെടുത്ത് ബോക്സ് ഓഫീസിൽ സക്സസ് ആവാൻ സാധ്യത കുറവാണ് സിനിമകളും പുള്ളി സെലക്ട് ചെയ്യുന്നത്. പുള്ളി അഭിനയം ആസ് ആൻ ആക്ടർ ഹി വാണ്ട് ടു ഗ്രോ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ടൊവിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം പല ആക്ടേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബോക്സ് ഓഫീസ് സക്സസ് ഒക്കെ വേണം, പക്ഷേ യു ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻ ആക്ടർ. അപ്പോൾ നിങ്ങളുടെ ആക്ടർ എന്ന രീതിയിൽ ഗ്രോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സ് ഓഫീസ് സക്സസ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് അതിൽ സന്തോഷം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. സോ ടൊവിനോ അടിപൊളി. ഈ ഒരു കാര്യത്തിൽ പുള്ളി അടിപൊളിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യം പേഴ്സണലി എനിക്ക് വന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ടച്ച് ചെയ്തു. ഞാൻ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിവുള്ള ആളല്ല. സോ നമ്മൾ ഈ സിനിമ കാണുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതും ആസ് എൻ ഓഡിയൻസ് ടൊവിനോയുടെ ക്യാരക്ടറായിട്ടാണ്. നമ്മുടെ ഓഡിയൻസ് തന്നെയാണ് ടൊവിനോയുടെ ക്യാരക്ടർ. വി ആർ നൈവ്, വി ഡോണ്ട് നോ ഈ ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പം പുള്ളി അത് എങ്ങനെ മനസ്സിലാക്കി വരുന്നു,
അതിനനുസരിച്ചാണ് ഓഡിയൻസും ഈ ഇഷ്യൂ മനസ്സിലാക്കി വരുന്നത്. പുള്ളിയാണ് ഈ സിനിമയിലെ ഹീറോ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ നൈസ് തിങ്. പക്ഷേ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവർ ഈ സിനിമ കാണുമ്പോൾ ടൊവിനോയുടെ ക്യാരക്ടർ വഴി ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഈ സിനിമയുടെ പ്രശ്നം അതാണ്. ഈ ഈ സംഭവത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഈ സംഭവം ടോക്ക് ഓഫ് ദ ടൗൺ ഒക്കെ ആയി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ഈ സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഇൻസിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ആക്ച്വലി പൂർണ്ണമായി കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഭയങ്കരമായിട്ട് ഡൈല്യൂട്ടഡ് ആയിപ്പോയി. ടോവിനോയുടെ ക്യാരക്ടർ വഴി ഈ കഥ പറഞ്ഞതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡൈല്യൂട്ടഡ് ആയിപ്പോയി. ഐ മീൻ ഇതിൽ ജസ്റ്റ് പോലീസ് ബ്രൂട്ടാലിറ്റി നടന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേർഷനോ അല്ലെങ്കിൽ ഇതിലേറ്റവും ഇമ്പാക്റ്റ് ഉണ്ടായ ആൾക്കാർക്ക് പകരം ഈ ഒരു പോലീസുകാരൻ ഒരു എന്നെ ഇമ്പോർട്ടൻ്റായി ഇതിൻ്റെ പുറകിൽ ഫ്രണ്ടിൽ നിന്ന് ഈ പോരാട്ടത്തിൻ്റെ മെയിൻ ആളായി മാറി എന്നുള്ള രീതിയിലേക്ക് ഈ സിനിമ ചെറുതായിട്ട് വളഞ്ഞു പോയി. കാരണം ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് പോയതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ CK ജാനോട് ക്യാരക്ടർ ചെയ്യുന്ന അവരല്ലേ ശരിക്കും നമ്മൾക്കെല്ലാം, എനിക്കും ഈവൻ ന്യൂസ് ചെറുതായ രീതിയിലാണ് ഞാനിതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ള അന്ധകാലത്ത്. ഈവൻ എനിക്ക് പോലും അറിയാം CK ജാനോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ. കാരണം ഒബ്വിയസ്ലി ഷി വാസ് ദ ഫ്രണ്ട് ആൻഡ് സെൻറ്റർ ഓഫ് എവറിത്തിങ്. പക്ഷേ ഈ സിനിമ വരുമ്പോഴുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടൊവിനോയുടെ ക്യാരക്ടർ വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയി പോയി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മുത്തങ്ങ ഇൻസിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ഒട്ടും നല്ലോണം ചോർന്നു പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു ക്യാരക്ടർ കാരണം ഈ സിനിമയുടെ വലിയ പോസിറ്റീവും വലിയൊരു നെഗറ്റീവും ആയി മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് പേഴ്സണലി ഈ സിനിമ വർക്കായതാണ്. ഞാൻ എൻജോയ് വെച്ചാൽ എനിക്ക് സിനിമ വർക്കായതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ്, അവസാനം പറഞ്ഞ പോയിൻ്റ് നിങ്ങളെ ബാധിച്ചിരുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്ന തിയേറ്ററിൽ എന്നൊക്കെ എനിക്കറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ബൈ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.